നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ ഈ ദൈവവചന ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരു പ്രഭാതം കൂടെ നമ്മളുടെ ജീവിതത്തിൽ ആയുസ്സോടും ആരോഗ്യത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടും കൂടെ കാണുവാൻ, ജീവിപ്പാൻ സർവശക്തനായ ദൈവം തരുന്ന വിലപ്പെട്ട സന്ദർഭത്തിന് ദൈവത്തിന് സർവ മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. ഇന്നത്തെ വിചിന്തനത്തിനു വേണ്ടി 1 തീമോഥെയോസ് 2-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഇടയലേഖനം എന്ന പേരിൽ അറിയപ്പെടുന്ന ലേഖനങ്ങളാണ് തീത്തോസിൻ്റെയും തീമോഥെയോസിൻ്റെയും ലേഖനങ്ങൾ. ഒരു ഇടയൻ എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് ഈ ലേഖനത്തിലെ പരാമർശങ്ങൾ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു വരും അളവിൽ സൃഷ്ടികർമ്മത്തിലേക്ക് ദൈവത്തിന് ദാസനായ പൗലോസ് ശ്രദ്ധയെത്തിരിക്കുകയാണ്. ദൈവത്തിനെല്ലാം ക്രമമുണ്ട്. പുരുഷൻ്റെ തല ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സ്ത്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീയുടെ ശിരസ് എന്ന് പറയുന്നത് പുരുഷനാണ്. അതാണ് ദൈവത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേക പരാമർശം ഒന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വചനഭാഗം ഓർപ്പിക്കുവാനായിട്ടിടയായി തീർന്നത്. ആദ്യം ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ആദാമിൻ്റെ വാരിയലിൽ നിന്ന് ഒന്നെടുത്ത് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു എന്നിവിടെ പറയുകയാണ്. സ്ത്രീയാണ് വഞ്ചിക്കപ്പെട്ട ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്ന പദം, അത് മക്കളെ പ്രസവിക്കുക എന്നല്ല ഗ്രീക്കിൽ, മക്കളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നാണ്. അപ്പോസ്തലൻ ഉപയോഗിച്ച ആ പദം ടെക്നോഗോണിയോ ആണ്. എന്ന് പറഞ്ഞാൽ ഗർഭധാരണം മുതൽ ആ കുഞ്ഞിനെ രൂപപ്പെടുത്തി രാജ്യത്തിനും സഭയ്ക്കും പ്രയോജനകരമായ പൗരന്മാരാക്കി മാറ്റുന്നതുവരെയുള്ള നീണ്ട പ്രക്രിയയാണത്. അതിനൊരു സ്ത്രീക്ക് മാത്രമേ കഴിയുള്ളൂ. അവളുടെ ശാരീരികവും മാനസികവുമായ സവിശേഷതകൾ അതിനുവേണ്ടിയാണ് ദൈവം രൂപപ്പെടുത്തിയത്. അവൾ ക്രിസ്തീയ ജീവിതത്തിൽ രക്ഷ അനുഭവിക്കുന്നതും രക്ഷയുടെ വർത്തമാനകാല വളർച്ച നേടുന്നതും കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തുകൊണ്ടാണ്. മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ്. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ എന്നാണ് വായിക്കുന്നത്. അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. മോശ എന്ന് പറയുന്നതായ കുഞ്ഞ് ജനിച്ച് ഏതാനും മാസങ്ങൾ മാത്രമേ അപ്പനും അമ്മയ്ക്കും വളർത്തുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. പിന്നീട് കൂലി വാങ്ങിയാണ് സ്വന്തം കുഞ്ഞിനെ പാല് കൊടുക്കാനുള്ള അവസരം യോഗേബേദിന് ലഭിച്ചത്. എന്നാൽ ആ പാല് കൊടുക്കുന്ന ആ പ്രായം കൊണ്ട് തന്നെ നിത്യതയുടെ വചനങ്ങൾ, ആ കുഞ്ഞ് ആരാണെന്നും എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതായ കാര്യങ്ങൾ, ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ, ആ ശിശു ജനിച്ചപ്പോൾ ദിവ്യ സുന്ദരനാണ്, ഒരു ഡിവൈൻ നേച്ചർ അവനിൽ മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കൾ അവനിൽ പകരുവാനായിട്ട് ഇടയായി. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല എന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശീലനം കൊടുക്കുകയാണ്. റാഹേലും ലേയും അവർ ഇരുവരും ഇസ്രായേൽ ഗൃഹം പണിതു എന്ന് വായിക്കുമ്പോൾ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് തലമുറകളുടെ മുൻപിൽ മാതൃകയോടുകൂടെ ജീവിച്ച് അവരെ സ്നേഹിച്ച് കരുതി ദൈവിക വഴിയിലൂടെ അവരെ നടത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പണം നഷ്ടമായാൽ ഒന്നും നഷ്ടമാകുകയില്ല, ആരോഗ്യം നഷ്ടമായാൽ ചിലതെല്ലാം നഷ്ടമായി, സ്വഭാവം നഷ്ടമായാൽ എല്ലാം നഷ്ടമായി. സ്വഭാവ ഗുണമുള്ള മക്കളെ വാർത്തെടുക്കുന്ന, രൂപപ്പെടുത്തിയെടുക്കുന്ന ഡ്യൂട്ടി അമ്മയ്ക്കും അപ്പനും. വിശേഷിച്ച് അമ്മയ്ക്ക് മക്കളുടെ മേൽ വലിയ സ്വാധീനം, ദൈവം കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ മേൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. ഒരു ചിന്തകൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്: തലമുറകൾക്ക് എന്ത് നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? നിങ്ങൾ അവർക്ക് പണം നൽകിയാൽ പണം കൊടുത്തു വാങ്ങാവുന്നതെല്ലാം അവർക്ക് ലഭിക്കും. വിദ്യാഭ്യാസം നൽകിയാൽ വിദ്യാഭ്യാസം കൊണ്ട് നേടാവുന്നതെല്ലാം ലഭിക്കും.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്താൽ ദൈവത്തിന് നൽകാൻ കഴിയുന്നതെല്ലാം അവർക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, വീട് ഒരു പരിശീലന കളരിയായി മാറണം. ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഒരു കുഞ്ഞമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ സമയം മുതൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിശേഷിച്ച് അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞുരുവാകുമ്പോൾ ആ കുഞ്ഞ് പാട്ടുകൾ കേൾക്കുക, ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ചയ്ക്ക് വളരെ നിദാനമായ കാര്യങ്ങളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞിനെ കരുതുകയും സ്നേഹിക്കുകയും വാഗ്ദത്ത സന്തതിയായി വളർത്തുന്നതിൽ അപ്പനും അമ്മയ്ക്കും വലിയ പങ്കാണ് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളാണ് തലമുറകൾ എന്ന് പറയുന്നത്. അതിനെ ദൈവഭക്തിയിൽ വളർത്തി ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരാക്കി തീർക്കുന്ന ദൗത്യമാണ് ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ മാലാഖമാരായി ജനിക്കുന്നു, മാതാപിതാക്കൾ അവരെ തവളകളാക്കുന്നു എന്ന് എറിക് ബേൺ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. കുട്ടികൾ മാലാഖമാരായി തന്നെ ജനിക്കുന്നെങ്കിൽ അവർ മാലാഖമാരായി തന്നെ വളർന്ന് ദൈവരാജ്യത്തെ ഉത്തമ പൗരന്മാരായി തീരുവാൻ മാതാപിതാക്കൾക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ, കർത്താവേ, അങ്ങ് എനിക്ക് തന്ന തലമുറകളെ ദൈവ നാമമഹത്വത്തിനു വേണ്ടി വളർത്താൻ, അവരുടെ മുന്നിൽ മാതൃകയോടെ ജീവിക്കാൻ, തമ്മിൽ തല്ലാതെ, മറ്റുള്ളവരുടെ കുറ്റം പറയാതെ, കുടുംബ പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലുമൊക്കെ മാതൃകകൾ കാണിച്ച് അവരെ പരിശീലിപ്പിച്ചെടുക്കുവാൻ ഒന്നുകൂടെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവസ്ഥനിൽ തീരുമാനിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.